ഹായ് എവരി വൺ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം ഒന്നിലധികം അക്കൗണ്ടുകൾ എങ്ങനെ ലോഗിൻ ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ പാരൻ്റ് അക്കൗണ്ടും നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അക്കൗണ്ട്സും ഒരേ സമയം ലോഗിൻ ചെയ്ത് വെക്കാം. നമ്മൾ നിലകൊള്ളുന്ന അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ നമുക്ക് കഴിയും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് ഏതാണെന്നറിയാൻ, ആരുടെ പേരിലുള്ള അക്കൗണ്ടാണ് എന്നറിയാൻ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലെഫ്റ്റ് സൈഡിലെ 3 ലൈൻസിലൊന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ അവിടെ കാണിക്കും ഇത് ആരുടെ അക്കൗണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റുഡൻ്റ് അക്കൗണ്ടാണ്. അതിൻ്റെ താഴെ തന്നെ കുറച്ച് ഓപ്ഷൻസ് പരിചയപ്പെടുത്താനുണ്ട്. ഒന്ന് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് പാസ്വേഡിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പാസ്വേഡ് ചോദിക്കും. ദെൻ നമുക്ക് ആവശ്യമുള്ള പുതിയതായിട്ട് നമുക്ക് വേണ്ട പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഓപ്ഷനാണ് മാനേജ് ഡിവൈസസ് എന്നുള്ളത്. മാനേജ് ഡിവൈസസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഈ അക്കൗണ്ട്, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഫോൺ അല്ലെങ്കിൽ ഡിവൈസ് ഏതാണ്, ആ ഡിവൈസിൻ്റെ പേര് അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഓപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പേര് കാണുന്നുണ്ട്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് യു ആർ ഇൻ ദിസ് ഡിവൈസ് എന്നുള്ളത്. അതിൻ്റെയും താഴെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ പറ്റും, എനേബിൾ ദി നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഡിവൈസിൽ എനേബിൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത് കാണാത്തത്. മാത്രമല്ല, എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ ഒരു ബെല്ലൈക്കണും നോട്ടിഫിക്കേഷൻ എനേബിൾഡ് എന്നും എഴുതി കാണിക്കും. അങ്ങനെ അത് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ട നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കിട്ടുക. നമുക്ക് ലഭിക്കേണ്ട നോട്ടിഫിക്കേഷൻസ് മുകളിൽ കാണുന്ന ആ ബെല്ലൈക്കണിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. നമുക്കവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കാണാൻ കഴിയും. ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് ഒരു സ്റ്റുഡൻ്റ് അക്കൗണ്ടിലാണ്. ഇനി നമുക്ക് ഈ സ്റ്റുഡൻ്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സർക്കിളിനകത്ത് ഇവിടെ ഇപ്പോൾ എം എന്ന് കാണുന്നുണ്ട്. എല്ലാവരുടെ ഫോണിലും എം എന്നാവണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ഓണറുടെ പേര് തുടങ്ങുന്ന അക്ഷരമാണ് ഇതിനകത്ത് ഡിനോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൽഫബറ്റ്സ് എപ്പോഴും മാറാം. എന്തായിരുന്നാലും ആ റൈറ്റ് സൈഡിൽ കാണുന്ന സർക്കിളിനകത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ 2 പേരുകളുണ്ട്. ഒന്ന് പാരൻറ്റിൻ്റെ. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഒരു അക്കൗണ്ട് അഡ്മിനിസ്ട്രേഷൻ സൈഡിലുള്ള അക്കൗണ്ട് ആയതുകൊണ്ടാണ് സ്റ്റാഫ് എന്ന് കാണിക്കുന്നത്. മറ്റൊന്ന് സ്റ്റുഡൻ്റ് അക്കൗണ്ടാണ്. ഇങ്ങനെ ഈ ഡിവൈസിൽ നമ്മൾ ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ടുള്ള അഥവാ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അക്കൗണ്ടുകളുടെ പേര് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നിലവിലുള്ളത് ഈ സ്റ്റുഡൻ്റ് അക്കൗണ്ടിലാണുള്ളത്. മുഹമ്മദ് ഉമൈർ എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് അതിൽ നിന്ന് മാറിയിട്ട് താഴത്തെ അക്കൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്താൽ മതി.
നൗ നമ്മൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയി. ഇങ്ങനെ നമുക്ക് എത്ര അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്ത് വെക്കണോ അത്രയും അക്കൗണ്ടുകൾ 3-4 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെയൊക്കെ അക്കൗണ്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരാളെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് അനദർ അക്കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരും. സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂൾ കോഡ് EBS എന്ന് ചേർക്കുന്നു. അഡ്മിഷൻ നമ്പറും പാസ്വേഡും കൊടുക്കണം. ഇവിടെ ഞാൻ അഡ്മിഷൻ നമ്പറിനകത്ത് ടച്ച് ചെയ്തപ്പോൾ കുറേ അഡ്മിഷൻ നമ്പേഴ്സ് പാസ്വേഡും ഇതിനകത്ത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ ഡിവൈസിൽ നിന്ന് ഇതൊക്കെ ലോഗിൻ ചെയ്ത് വെച്ചപ്പോൾ ലോഗിൻ ചെയ്യണ സമയത്ത് സൈൻ ഇൻ ചെയ്ത ഉടനെ അവർ ചോദിക്കുന്നുണ്ട് സേവ് ചെയ്ത് വെക്കണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ ഓക്കെ പറയുന്നത് കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഏതൊക്കെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പാസ്വേഡ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ്സൊക്കെയും യൂസർ നെയിമൊക്കെ ഇവിടെ സേവ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മളും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമതും അഡ്മിഷൻ നമ്പറും പാസ്വേഡൊന്നും ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഈ 51 യൂസർ നെയിമായിട്ടുള്ള കുട്ടിയുടെ അക്കൗണ്ടാണ് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെക്കേണ്ടതെങ്കിൽ ഞാനത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ സേവ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ അതിനകത്ത് കാണുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി അവിടെ പാസ്വേഡും വന്നിട്ടുണ്ട് സേവ് ചെയ്തതുകൊണ്ട്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ശരിയാണോ അല്ലേ എന്ന് അറിയാൻ ഇപ്പോൾ അവിടെ ഡോട്ട്സ് മാത്രമേ കാണുന്നുള്ളൂ, വിസിബിൾ അല്ല പാസ്വേഡ്. നമുക്ക് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ എംബ്ലം ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്തി കൊടുക്കാനും പറ്റും. നൗ വി ക്യാൻ സൈൻ ഇൻ. സൈൻ ഇൻ ചെയ്ത് വരുമ്പോൾ തന്നെ ടോപ്പിൽ കാണാം നോട്ടിഫിക്കേഷൻസ് ആർ നോട്ട് എനേബിൾഡ് ഫോർ ദിസ് ഡിവൈസ്. അഥവാ ഈ അക്കൗണ്ടിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കവിടെ മാനേജ് ചെയ്ത് കൊടുത്താൽ തന്നെ എനേബിൾ ചെയ്യാമായിരുന്നു. അത് കൊടുക്കുമ്പോഴത്തേക്കും അത് പോയി, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ലൈൻസിൽ പോയിട്ട് മാനേജ് ഡിവൈസസിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എനേബിൾ നോട്ടിഫിക്കേഷൻസ് കാണാം. എനേബിൾ ചെയ്ത് കൊടുത്തു. എനേബിൾ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബെല്ലൈക്കണും നോട്ടിഫിക്കേഷൻ എനേബിളൊന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഏറ്റവും ടോപ്പിലുള്ള റൈറ്റ് സൈഡിലുള്ള ആ സർക്കിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ F എന്ന് കാണാം. അവിടെ ആ അക്ഷരം കൊണ്ടാണ് ജസ്റ്റ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയുടെ പേര് അങ്ങനെ തുടങ്ങുന്നതുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിനകത്ത് ടച്ച് ചെയ്യുന്നു. ഫാത്തിമ മറുവ എന്നുള്ള അക്കൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 3 അക്കൗണ്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണമുള്ള അക്കൗണ്ട്സ് ഇതിനകത്ത് ലോഗിൻ ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാം. ഇതുപോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെയും നമ്മളിങ്ങനെ സൈൻ ഇൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഓക്കെ, താങ്ക് യു.